എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ദീർഘകാലം നമ്മൾ ഓർത്തു വയ്ക്കാൻ സാധിക്കുന്ന രൂപത്തിലൊരു വ്യക്തിത്വമായി മാറാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സംസാരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അവിടെയും ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. പെർസെപ്ഷൻ ഈസ് റിയാലിറ്റി. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ധാരണകൾ. ഈ ധാരണകൾ പലപ്പോഴും റിയാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകളെ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കുഡ് ബിക്കം എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ, അല്ലെങ്കിൽ യു നെവർ ഗെറ്റ് അനദർ ചാൻസ് ടു ക്രിയേറ്റ് എ ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ അതേഴ്സ്. ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ടൈമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബന്ധം ദീർഘകാലം നിലനിൽക്കാനും അല്ലെങ്കിൽ നമ്മളെ ഈസി ആയിട്ട് മറ്റൊരാൾ റീകോൾ ചെയ്യാൻ, റിമെമ്പർ ചെയ്യാൻ ഇടയാവുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം, എസ്പെഷ്യലി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് പലരെയും പരിചയപ്പെടുമ്പോൾ അവർ നമ്മളെ ഓർത്ത് വയ്ക്കണം, ആ ബന്ധം പിന്നീട് ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാകണം എന്നൊക്കെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവിടെ നമുക്ക് ഗുണം ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 12x12x12 റൂൾ. ഈ 12 ഗുണനം 12 ഗുണനം 12 നിയമമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ 12 സൂചിപ്പിക്കുന്നത് ഹൗ ഡു യു ലുക്ക് ഫ്രം 12 feet അവേ. നിങ്ങളെ ഒരു 12 അടി അകലത്തിൽ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അതായത് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ചെന്നിരിക്കുന്നത് അതിന് അനുയോജ്യമായ വസ്ത്രമാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആർ യു വിയറിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ക്ലോത്തസ്? ആർ യു വെൽ പ്രിപ്പയർഡ് ഫോർ ദ ബിസിനസ് മീറ്റിംഗ്? ഹൗ ഡു യു ലുക്ക് ഫ്രം 12 inches അവേ? ഹൗ ഈസ് യുവർ ബോഡി ലാംഗ്വേജ്? How is your attitude? What are the first 12 words that you use to start a conversation? ഇതൊക്കെ ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 12x12x12 ഏറ്റവും ആദ്യത്തെ കാര്യം ഹൗ ഡു യു ലുക്ക് ഫ്രം 12 feet away. ആ 12 അടി അകലത്തിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ മനസ്സിലുണ്ടാവുകയാണ്. നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണ്, വിശ്വസിക്കാവുന്ന ആളാണ്, ഇൻ്റലിജൻ്റാണ്, അഗ്രസീവാണ്, നിങ്ങൾ ഡൊമിനേറ്റിംഗ് ആണ് എന്നൊക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് തോന്നുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ആകെപ്പാടെയുള്ള ഒരു വസ്ത്രധാരണവും ശരീരഭാഷയും ചലനങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 12 feet അവയിൽ നിന്ന് തന്നെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഒരാളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. 10-12ഓളം തീരുമാനങ്ങൾ ആ വ്യക്തിയെപ്പറ്റി, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ പറ്റി ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നു. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള താല്പര്യം, അവരോട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള താല്പര്യമൊക്കെ ഈ 12 feet എന്ന് പറയുന്ന ആദ്യ പാർട്ടിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഉണ്ടൊരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ്, ഹൗ യു ഡു എനിത്തിങ് ഈസ് ഹൗ യു ഡു എവരിത്തിങ് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. എന്താണ് ഹൗ യു ഡു എനിത്തിങ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ വെറുതെ ഒരു സ്ഥലത്ത് പോയി അഭിനയിക്കുന്നതല്ല, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ റിയാലിറ്റി എന്നൊക്കെ ശരിക്കും തോന്നുന്ന രൂപത്തിലായിരിക്കും ആളുകൾക്ക് മറ്റുള്ളവരെ കാണുമ്പോഴുള്ള വിലയിരുത്തൽ. പല ആളുകളും, എക്സ്പീരിയൻസ് ഉള്ള പല ആളുകൾ ഈവൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ നടന്നു വരുന്ന കാൻഡിഡേറ്റിൻ്റെ ആ ശരീരഭാഷ, അവരുടെ ആ അഗ്രഷൻ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ശരീരഭാഷ, ഇതൊക്കെ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രതിഫലനമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില വേദികളിൽ ചെല്ലുമ്പോൾ ഫോർമലായിട്ടുള്ള ഡ്രസ്സ് ധരിക്കേണ്ടടുത്ത് ഫോർമലായിട്ടുള്ള ഡ്രസ്സ് തന്നെ ധരിക്കുക. ഫോർമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ഇൻസൈഡ് ചെയ്യാമെന്നും കോട്ട് ഇടാമെന്നും ഉണ്ടെന്ന് നിർബന്ധമില്ല. നമ്മൾ നീറ്റായിട്ടുള്ള ഡ്രസ്സായിരിക്കണം ധരിക്കേണ്ടത്. കാഷ്വലായിട്ട് ഇപ്പോൾ ഒരു റൗണ്ട് നെക്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്ക് കയറി ചെല്ലുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുക. അതിനൊക്കെ പറ്റുന്ന ഡ്രസ്സുകൾ തീർച്ചയായിട്ടും ധരിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ടൈഡി ഹെയർ, നമ്മൾ മുടിയായാലും താടിയായാലും ഒക്കെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുക. അതിന് വേണ്ട രീതിയിൽ അത് അറേഞ്ച്ഡ് ആയിരിക്കുക. ലേഡീസ് ആണെങ്കിൽ അതിന് പറ്റുന്ന ഒരു ലൈറ്റ് മേക്കപ്പും ഒരു നല്ല ഫോർമലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വേദികളിൽ ചെല്ലുക. ചിലപ്പോൾ അതിൽ ഫോർമലായിട്ടുള്ള ഫുഡ് വെയറുകൾ, നല്ല ബ്രാൻഡുകൾ യൂസ് ചെയ്യണത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ലാംഗ്വേജ്, നമ്മളൊരു, ഞാൻ പറഞ്ഞല്ലോ, ശരീരഭാഷയ്ക്ക് വലിയ റോളുണ്ട്. നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ എനർജിയൊക്കെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിലാണ്. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് ഹൗ ഡു യു ലുക്ക് ഫ്രം 12 inches അവേ. നമ്മൾ ആദ്യം 12 feet ആണ് ആദ്യം പറഞ്ഞത്, 12 അടി. ഇനി 12 inch എന്ന് പറയുമ്പോൾ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ
ഈവൻ നമ്മുടെ സ്മെല്ല് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്ന പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മളെ കുറച്ച് നേരം കൂടെ എൻഗേജ് ചെയ്യിക്കാൻ ഫീൽ ചെയ്യുന്ന രൂപത്തിലായിരിക്കും ആളുകൾക്ക് തോന്നുന്നത്. അവർക്ക് കൂടുതൽ സ്നേഹം, സന്തോഷം, ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഹാർട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബോഡി പോസ്ചർ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ഹാൻഡ് ഷേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൈ കൊടുക്കുമ്പോൾ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഫേം ആയിട്ടുള്ള നല്ലൊരു ഹാൻഡ് ഷേക്ക്. അതുപോലെ തന്നെ വിസിറ്റിംഗ് കാർഡുകൾ കൊടുക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ തപ്പി പോക്കറ്റിൽ നിന്നൊരു കാർഡ് എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന രീതിയുണ്ട്. അത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് ഭംഗിയായിട്ട് 2 കൈയോടും കൂടി കാർഡ് എടുത്ത് വളരെ ഭംഗിയായിട്ട് എഴുന്നേറ്റ് നിന്ന് കൊടുക്കുന്നു. അത് വാങ്ങുന്ന ആളും അതുപോലെ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹൗ ഡു യു ലുക്ക് ഫ്രം 12 ഇഞ്ചസ് എവേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരാളെ പുതിയതായിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇനി മുതൽ കാർഡ് കൊടുക്കുമ്പോഴായാലും അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മുഖത്ത് ഉണ്ടാവേണ്ട പുഞ്ചിരിയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം, ഫസ്റ്റ് 12 വേർഡ്സ് യു യൂസ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. 12 വാക്കുകൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാളെ പുതിയതായി പരിചയപ്പെടുമ്പോൾ എല്ലാവരുടെയും പ്രത്യേകത നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ലോകത്തുള്ള കഥയെല്ലാം പറയാൻ തുടങ്ങും. പക്ഷേ റിസർച്ചുകൾ പറയുന്നത് ഒരു 30 സെക്കൻഡൊക്കെയാണ് ഇന്നൊരാളുടെ ശ്രദ്ധ നമുക്ക് ശരിക്കും കിട്ടണത്. അതുകൊണ്ട് ആദ്യം പറയുന്ന 10-12 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ അവരെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളെ ഏത് വേദിയിലാണോ പോയിക്കണം, എന്ത് സാഹചര്യത്തിലാണോ പോയിക്കണം, അതിന് ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ പ്ലാൻ ചെയ്ത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാനൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഐബ്രോസ് ടെസ്റ്റ്, പുരികത്തിൻ്റെ ടെസ്റ്റ്. ഈ പുരിക ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ പുരികം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നൊരവസ്ഥയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ കാണുന്നത്? അതിൽ നിന്ന് ആ വ്യക്തിക്ക് നമ്മുടെ സംഭാഷണം കൂടുതൽ ഇഷ്ടപ്പെട്ടു, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, അയാളുടെ ക്യൂരിയോസിറ്റി വളർന്നിട്ടുണ്ടെന്നാണ്. നേരെ മറിച്ച് പുരുകങ്ങൾ രണ്ടും കൂടി നിൽക്കുന്നൊരവസ്ഥയാണെങ്കിലോ കൺഫ്യൂസ്ഡായി, പറഞ്ഞ അത്ര ക്ലിയർ ആയില്ലോ, വീണ്ടും വീണ്ടും കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു, അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു ഇമേജാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഐബ്രോ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മുടെ കോൺവെർസേഷൻ അവിടെ ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി 1-2 എക്സാമ്പിൾ സഹിതം പറയുകയാണ്. നമ്മൾ ഈ USP പറ്റിയൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്, യുണീക്ക് സെർവിങ് പ്രൊപ്പോസിഷൻ, സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്നൊക്കെ പറയുന്ന കാര്യം എത്രത്തോളം ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരു വേദിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു 2 ആളുകളുടെ സാഹചര്യം നമ്മളിവിടെ കണക്ട് ചെയ്ത് പറയുകയാണ്. ഒന്നാമത്തെ ആൾ മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ സ്പോർട്സ് ഗുഡ്സ് വിൽക്കുന്ന ആളാണ്, സ്പോർട്സ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആൾ. അദ്ദേഹം എന്ന് പറയാണ്, ഐ റൺ എ സ്പോർട്സ് ഗുഡ് ഷോപ്പ് ആൻഡ് ഞങ്ങളെല്ലാ സ്പോർട്ടിംഗ് ഗിയറുകളും വിൽക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുള്ളൂ. മിസ്റ്റർ ബി ഇതേ ബിസിനസ് ചെയ്യുന്ന ആൾ വന്നിട്ട് പറയാണ്, ഞാൻ സ്പോർട്സ് ഗുഡ്സാണ് ഡീൽ ചെയ്യണത്, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടീം ഗെയിമുകൾ ലൈക്ക് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ഇതിനൊക്കെ വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വിൽക്കുന്നുണ്ട്. സ്കൂളുകളും കോളേജുകൾക്കും വേണ്ട മൊത്തം പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്ത ഹെൽമെറ്റുകളും ക്രിക്കറ്റ് പാഡുകളും ഒക്കെ വിത്തിൻ 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് തരാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസൈനിൽ എന്ന് പറഞ്ഞാലോ. ഇവിടെ രണ്ടാമത്തെ ആൾ തീർച്ചയായിട്ടും അവിടെ സ്കോർ ചെയ്തു. ഇയാളാണ് ഐബ്രോ ടെസ്റ്റിലും പാസ്സാവാൻ പോണത്. കാരണം അയാൾ മെമ്മറബിൾ ആയിട്ടുള്ളൊരു USP അവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പറയുമ്പോഴും എന്ത് പറയണം, ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യണം അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആ ചെയ്യണത് എന്താണ്, അത് മറ്റുള്ളവർക്ക് ഏത് രീതിയിൽ ഉപകാരപ്രദമാവും, എൻ്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇവിടെയാണ് USP. അപ്പോൾ USP ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാവുന്നു, നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് ആരാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് വെക്കുക. ഇത് ഏത് രീതിയിലും ബിസിനസ്സിനെ സഹായിക്കുന്ന കാര്യമാണ് 12x12x12 റൂൾ. അപ്പോൾ ഈ കാര്യം നമുക്ക് പ്രാവർത്തികമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നല്ല വസ്ത്രം ധരിക്കുക, നീറ്റ് ലുക്കായിരിക്കുക, എനർജറ്റിക് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ കീപ് സ്മൈലിംഗ്, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടുന്ന രൂപത്തിൽ നമ്മുടെ ശരീരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉപയോഗിക്കുന്ന വാക്കുകൾ, ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ എന്ത് ബിസിനസ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റുകളാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്, ആരാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകുന്നു ഞാൻ എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ക്രിസ്പായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്ത് നല്ലൊരു ഇമ്പ്രഷൻ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ആ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷനായിട്ട് തന്നെ കൊണ്ടുപോകാനും അതൊരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആക്കാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ നിയമം തീർച്ചയായിട്ടും പാലിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.